ക്യാപ്കട്ടിനെ കുറിച്ച് ഒട്ടും അറിയാത്ത ആൾക്കാർക്ക് ഈ വീഡിയോ കാണാം. ഹലോ ഗൈസ്, വെൽക്കം ടു സന വ്ലോഗ്. ഈ സീരീസ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ക്യാപ്കട്ട് എങ്ങനെ യൂസ് ചെയ്യാം. ഇത് ബേസിക് ആയിട്ടുള്ള സംഭവങ്ങളാണ് നമ്മൾ ആദ്യം ഇതിൽ പരിചയപ്പെടുത്തുന്നത്. ഇനി തുടരെ അതിൻ്റെ എഡിറ്റിങ്ങും അതിൻ്റെ വോയിസ് കട്ടിങ്ങും നമ്മൾ അതിൻ്റെ എഫക്ട്സും കാര്യങ്ങളെല്ലാം ഇതിൽ പരിചയപ്പെടുത്തും. അപ്പോൾ ഇത് ഒട്ടും അറിയാത്ത ആൾക്കാർക്കാണ് നമ്മൾ ഈ ബേസിക് ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. കുറേ പേര് നമുക്ക് മെസ്സേജ് ചോദിക്കുന്നുണ്ട് ക്യാപ്കട്ട് എങ്ങനെയാണ് അതിലെങ്ങനെ എഡിറ്റ് ചെയ്യേണ്ടതെന്ന്, അല്ലെങ്കിൽ സോങ് ആഡ് ചെയ്യേണ്ടതെന്ന്, അതുപോലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരാൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാർട്ട് 1 നമ്മൾ ബേസിക് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ക്യാപ്കട്ടിനെ കുറിച്ച് ഒട്ടും അറിയാത്ത ആൾക്കാർക്ക് ഈ വീഡിയോ കാണാം. അപ്പോൾ ക്യാപ്കട്ട് എങ്ങനെ അത് നമുക്ക് പ്രോ വേർഷനിലേക്ക് മാറ്റാം, പിന്നെ അതിൽ നമുക്ക് ബേസിക് എഡിറ്റിംഗ് എങ്ങനെ ചെയ്യാം, ഇതെല്ലാം ഈ ഒരു വീഡിയോ നമുക്ക് പരിചയപ്പെടാം. വെൽക്കം ടു സന വ്ലോഗ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ആദ്യം ക്യാപ്കട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിൽ ന്യൂ വീഡിയോ എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന വീഡിയോസ് എല്ലാം വരും. നമ്മളിപ്പോൾ ഇതിൽ സെലക്ട് ചെയ്യുന്നത് ഈ കുട്ടിയുടെ വീഡിയോ ആണ് നമ്മൾ ഇതിൽ സെലക്ട് ചെയ്യുന്നത്. ഇതെങ്ങനെ എഡിറ്റ് ചെയ്യുന്നത് നമുക്ക് കാണിച്ചു തരാം. നമ്മൾ എപ്പോഴും വീഡിയോസ് എടുക്കുമ്പോൾ ഒരു 4 സെക്കൻഡ്, 5 സെക്കൻഡ്, 6 സെക്കൻഡ്, 8 സെക്കൻഡ്, മാക്സിമം 10 സെക്കൻഡ് വരെ നമുക്ക് എടുക്കാം. അതിന് നമ്മൾ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒരു വീഡിയോ ആദ്യം എടുക്കാം. ഈ വീഡിയോ നമുക്ക് എടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഈ വീഡിയോയിൽ സെലക്ട് ചെയ്ത ശേഷം ആഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ ഫയലിലേക്ക് വരും. ആ ഫസ്റ്റ് ലെയറിൽ ആ വീഡിയോ കിടക്കും. നമ്മൾ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അത് എത്രത്തോളം ലെങ്ത് ഉണ്ടെന്ന്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എൻ്റെ ലെഫ്റ്റ് സൈഡിൽ മ്യൂട്ട് എന്നുള്ള ഒരു ഇതുണ്ട്, ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ആ മ്യൂട്ട് ആക്കി കഴിഞ്ഞാൽ നമ്മൾ എടുക്കുമ്പോൾ ഉണ്ടായിരുന്ന സൗണ്ട് കാര്യങ്ങളൊന്നും കേൾക്കില്ല. അൺമ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സൗണ്ട് കാര്യങ്ങൾ കേൾക്കും. അപ്പം മ്യൂട്ട് ചെയ്തിടാം. അതിനുശേഷം നമ്മൾ ഇനി ചെയ്യേണ്ടത് ഈ വിഷ്വലിൽ നമുക്കൊരു സോങ് ആഡ് ചെയ്യണം. അപ്പം നമ്മൾ ആദ്യം സോങ് നമുക്ക് നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെക്കേണ്ടതാണ്. MP3 ആയിട്ട് വീഡിയോ ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കാം. ഇതിൽ ആ സോങ് എന്നുള്ള ആഡ് ഓഡിയോ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ താഴത്തെ സൗണ്ട് എന്നുള്ള ഓപ്ഷൻ വരും. ആ സൗണ്ട് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത ശേഷം നേരെ നമ്മുടെ ഫയലിലേക്കാണ് പോകുന്നത്. ഇവിടെ കുറേ ഓപ്ഷനുണ്ട്. ക്യാപ്കട്ടിന് ഓൾറെഡി കുറച്ച് മ്യൂസിക്കുകൾ ഉണ്ടാവും, അത് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ തൊട്ട് ഇപ്പുറത്തുള്ള ഫയൽ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പാട്ടുകൾ, നമ്മുടെ ഫോണിലുള്ള പാട്ടുകൾ എല്ലാം ഉണ്ടാവും. അതിൽ എക്സ്ട്രാക്ട് എന്നുള്ള ആ ഒരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോസ് ഓഡിയോയിലേക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ നമുക്ക് എക്സ്ട്രാക്ട് ഓഡിയോ ഫ്രം വീഡിയോ, അതായത് വീഡിയോ എന്ന് ഓഡിയോയിലേക്ക് അത് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഫയൽ ആൽബം എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫയലുകൾ മൊത്തം വരും. അതിൽ നമുക്ക് പാട്ടുകൾ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിവിടെ ഒരു വിജയുടെ ഒരു പാട്ട് സെലക്ട് ചെയ്യുന്നുണ്ട്. ആ പാട്ട് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ കാരണം ഞാൻ ആ പാട്ട് ഇവിടെ പ്ലേ ചെയ്യുന്നില്ല. ജസ്റ്റ് സൗണ്ട് കുറച്ചാണ് പ്ലേ ചെയ്യുന്നത്. കാരണം നമുക്ക് ഈ വീഡിയോ കോപ്പിറൈറ്റ് വന്നാൽ നിങ്ങൾക്ക് ആർക്കും ഉപകാരപ്പെടാതെ പോകും. അതുകൊണ്ട് നമ്മൾ ആ പാട്ടിൻ്റെ ജസ്റ്റ് ഒരു മ്യൂസിക് മാത്രം നമ്മൾ ഇതിൽ ആഡ് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾ ഒറിജിനൽ സോങ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ കോപ്പിറൈറ്റ് വരാത്ത സോങ്സ് യൂട്യൂബിൽ ആഡ് ചെയ്യുക. 1 മിനിറ്റിൻ്റെ വരെയുള്ള വീഡിയോസിന് പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ ഈ ആഡ് ചെയ്തു. എന്നിട്ട് നമുക്കൊന്ന് ഓടിച്ചിട്ട് നോക്കാം. ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കാം. നമുക്ക് ആവശ്യമുള്ള ഏരിയ മാത്രം ഒന്ന് സെലക്ട് ചെയ്യുക. ആ സമയത്ത് നമുക്ക് എവിടെ തൊട്ടാണ് പാട്ട് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ഏരിയയിൽ കൊണ്ടുവന്ന് വെച്ച ശേഷം നമുക്കിവിടെ സ്പ്ലിറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. സെലക്ട് ചെയ്തിട്ട് സ്പ്ലിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഭാഗങ്ങൾ രണ്ടാവും. അതിൽ നമുക്ക് വേണ്ടാത്ത ഭാഗം ഒന്ന് ക്ലിക്ക് ചെയ്ത ശേഷം ഡിലീറ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഭാഗത്ത് നിന്ന് പോയി നേരെ ഈ ബാലൻസ് ഉള്ള ഒരു പാട്ടിൻ്റെ സ്റ്റാർട്ടിങ് നമുക്കൊന്ന് പ്രസ് ചെയ്ത് പിടിച്ച ശേഷം നമുക്ക് എവിടെയാണോ വേണ്ടതെന്ന് വെച്ചാൽ അവിടേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്തിട്ട് കൊണ്ടുപോയി അവിടെ വയ്ക്കണം. അപ്പോൾ കറക്റ്റ് നമുക്ക് ആ പൊസിഷനിൽ കിട്ടും. ഇനി അടുത്ത് നമുക്ക് ചെയ്യേണ്ടത് ആ വീഡിയോ നമുക്കൊന്ന് സ്ലോ മോഷൻ ആക്കണം. അപ്പോൾ അതിന് സെലക്ട് ചെയ്യുക, സ്പീഡ് എന്നുള്ളത് പ്രസ് ചെയ്യുക. അവിടെ 2 ഓപ്ഷൻ ഉണ്ടാവും. നമുക്ക് സ്ലോ മോഷൻ ആക്കണമെങ്കിൽ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം അതൊരു 0.45 വയ്ക്കുക. എന്നിട്ട് സ്മൂത്ത് സ്ലോ മോഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ ബെറ്റർ ക്വാളിറ്റി നമ്മൾ ആഡ് ചെയ്യണം. നമുക്ക് ബെറ്റർ ക്വാളിറ്റിയാണ് വേണ്ടത്. എന്നിട്ട് ടിക്ക് കൊടുക്കാം. അപ്പോൾ കുറച്ച് നേരം അത് ലോഡ് ആവാനുള്ള ടൈം എടുക്കും. ആ ടൈം ആവണ വരെ നമ്മൾ ആ ടൈം ഫുൾ ആവണ വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ഇത് സ്ലോ മോഷൻ ആഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഓഡിയോൻ്റെ ഓരോ വരിക്കനുസരിച്ചായിരിക്കണം നമുക്ക് ആ ഒരു വിഷ്വല് സെലക്ട് ചെയ്ത് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു വരി കഴിയുമ്പോൾ അടുത്ത വിഷ്വൽ വരണം. അങ്ങനെയാണ് നമ്മൾ എപ്പോഴും എഡിറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു വരി ഫസ്റ്റ് വരി കഴിഞ്ഞു, അടുത്ത വരിയിലേക്ക് അടുത്ത വിഷ്വൽ വരണം. അങ്ങനെ വരുമ്പോൾ ആ വീഡിയോ കാണാനായിട്ടൊരു ജീവനുണ്ടാവും. മനസ്സിലായോ? അപ്പോൾ അതുപോലെ എല്ലാവരും ഓരോ വരി കഴിയുമ്പോഴും അടുത്ത വിഷ്വൽ
നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ അടുത്ത വിഷ്വൽ ആഡ് ചെയ്യാണ്. ആ പ്ലസ് എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നേരത്തെ വന്ന പോലെ ആ ഫയൽ നമുക്ക് കിട്ടും. വേറെ ഫയലോ വന്നെങ്കിൽ മുകളിൽ ആൽബം ക്ലിക്ക് ചെയ്തിട്ട് സെയിം നമുക്ക് ആവശ്യമുള്ള ഫയൽ നമ്മൾ സെലക്ട് ചെയ്യണം. എന്നിട്ട് അടുത്ത വിഷ്വലും കൂടി ആഡ് ചെയ്യണം. സെയിം വിഷ്വൽ നമ്മുടെ ആ ഒരു ലെയറിൽ തന്നെ വരും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ വിഷ്വലും നമുക്ക് അതിൽ നിന്ന് വേണ്ട ഭാഗം മാത്രം നമുക്ക് സെലക്ട് ചെയ്തിട്ട് സ്പ്ലിറ്റ് കൊടുക്കണം. നമുക്ക് ആവശ്യമുള്ള സ്ഥലം വരെ നമ്മൾ വയ്ക്കുക, എന്നിട്ട് സ്പ്ലിറ്റ് കൊടുക്കുക. സ്പ്ലിറ്റ് കൊടുത്ത് കഴിയുമ്പോൾ അത് 2 വീഡിയോ നേരത്തെ പോലെ തന്നെ. എന്നിട്ട് ആവശ്യമില്ലാത്ത നമ്മൾ ഡിലീറ്റ് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് കിട്ടി. ഇനി ഇത് നമ്മൾ വീണ്ടും സ്ലോ മോഷൻ ആക്കണം. സ്ലോ മോഷൻ സ്പീഡ് ക്ലിക്ക് ചെയ്യാം, അവിടെ ഇതെടുക്കുക, എന്നിട്ട് നമുക്കൊരു 0.3 ബെറ്റർ ക്വാളിറ്റി ആഡ് ചെയ്യാം. അപ്പോൾ ആ വിഷ്വലും കൂടി അതിൽ ആഡായി. നമുക്ക് ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇനി അടുത്ത് നമുക്ക് ഈ വിഷ്വൽ നമുക്കൊന്ന് കളർ ഗ്രേഡ് ചെയ്യാം. അതുകൂടി ഈ ചാപ്റ്ററിൽ നമുക്കൊന്ന് പഠിക്കാം. ജസ്റ്റ് റഫായിട്ടൊന്ന് കളർ ഗ്രേഡ് ചെയ്ത് കാട്ടിത്തരാം. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ വീഡിയോൻ്റെ ക്വാളിറ്റിനെ അനുസരിച്ച് നിങ്ങൾ കളർ ഗ്രേഡ് ചെയ്യണം. ബ്രൈറ്റ്നസ് കൂടുതലാണെങ്കിൽ അത് കുറച്ചിട്ടിട്ട് കളർ ഗ്രേഡ് ചെയ്യാം, കുറവാണെങ്കിൽ കൂട്ടിയിട്ടിട്ട് കളർ ഗ്രേഡ് ചെയ്യാം. ഞാനിപ്പോൾ അതിൻ്റെ ഇവിടെ ഞാൻ ഇതിൽ ചെയ്യാം. അത് കണ്ട് നിങ്ങൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. കളർ ഗ്രേഡ് ചെയ്യാനായിട്ട് 2 രീതിക്ക് നമുക്ക് കളർ ഗ്രേഡ് ചെയ്യാം. ഒന്ന് നമുക്ക് ആ ഒരു വിഷ്വൽ സെലക്ട് ചെയ്തിട്ട് ചെയ്യാം. അല്ലാതെ സെലക്ട് ചെയ്യാതെ അഡ്ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കതിൽ ബ്രൈറ്റ്നസ്, അതിൻ്റെ കോൺട്രാസ്റ്റ്, സാച്ചുറേഷൻ ഇതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മളിവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് അവിടെ വിഷ്വൽ മാറും. കണ്ടോ, കൂട്ടാനനുസരിച്ച് കൂടും, കുറയ്ക്കാനനുസരിച്ച് കുറയും. അപ്പോൾ ബ്രൈറ്റ്നസ് കൂടുതലുള്ള വിഷ്വലാണെങ്കിൽ നമ്മളത് മാക്സിമം കുറച്ചിടുക. ഇവിടെ എന്താണ് അതിൽ കൂടുതൽ കുറവ് എന്ന് കരുതിയിട്ട് നോക്കിയിട്ട് വേണം നമ്മൾ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മൾ ഷാർപ്പനൊക്കെ നമ്മൾ മാക്സിമം ഫുൾ ഇടാറുണ്ട്, ഞാൻ ക്ലാരിറ്റി ഒരു ഹാഫിൽ ഇടാറുണ്ട്. പിന്നെ ഈ ഗ്രാഫ് എന്നുള്ളത് നമുക്ക് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അതിൽ ലൈറ്റിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിൽ റെഡ് കൂടുതലാണെങ്കിൽ റെഡ് കുറയ്ക്കാൻ പറ്റും, ഗ്രീൻ കൂടുതലാണെങ്കിൽ ഗ്രീൻ കുറയ്ക്കാൻ പറ്റും, ബ്ലൂ കൂടുതലാണെങ്കിൽ കുറയ്ക്കാനും കൂട്ടാനും ഇതിൽ പറ്റും. അപ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മുടെ വിഷ്വൽ അനുസരിച്ചാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഷാഡോ വരെ നമുക്ക് മൈനസിലേക്ക് ഇട്ടാൽ മതി. പിന്നെ അതിൻ്റെ ഒരു വിൻറ്റേജ്, ഒരു വിൻറ്റേജ് മോഡൽ കിട്ടണമെങ്കിൽ ആ ഒരു സംഭവം നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ളതാണ് ഫിൽറ്റർ. നമ്മുടെ ഒരു വീഡിയോയ്ക്ക് ഒരു കുറച്ചും കൂടി നല്ലൊരു കളർ കിട്ടണമെങ്കിൽ ഇതിൽ ഏത് ഫിൽറ്റർ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഞാൻ ഒരു ഗ്ലോ ഫിൽറ്റർ ഇതിൽ ആഡ് ചെയ്യാണ്, ഫസ്റ്റ് ഫിൽറ്റർ. അപ്പോൾ നമുക്ക് ഫേസിലേക്കും കുറച്ചും കൂടി ഗ്ലോ കിട്ടും. എന്നിട്ട് നമുക്ക് സെലക്ട് കൊടുക്കാം. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ വീഡിയോൻ്റെ താഴത്ത് ഒരു ലെയർ വരും. ഈ ലെയറാണ് നമുക്ക് കളർ ഗ്രേഡ് ചെയ്ത ലെയർ. നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട വിഷ്വലിനേക്കാളും ഒരു വ്യത്യാസം ഇതിൽ വന്നിട്ടുണ്ടാവും ഇല്ലേ? അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് സേവ് ചെയ്യാം. ഓക്കെ, സേവ് ചെയ്യാനായിട്ട് നമ്മൾ ടോപ്പിൽ കാണുന്ന എക്സ്പോർട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ UHD എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് നമ്മൾ ക്ലിക്ക് ചെയ്യണം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെയുള്ള അൾട്രാ HD ഓൺ ആക്കി ഇടണം. പിന്നെ നമ്മുടെ റെസൊല്യൂഷൻ അത് 1080-നേക്കാളും എബോവ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. പ്രൊവേഷൻ ആണെങ്കിൽ അത് നമുക്ക് ഒരു 2K 4Kയിലേക്ക് നമുക്ക് ഫുൾ ഇടാം. പിന്നെ അതിൻ്റെ ഫ്രെയിം റേറ്റ് അത് നമുക്ക് ഫുൾ ഇടാം. പിന്നെ ഒപ്റ്റിക്കൽ ഫ്ലോ അത് നമുക്ക് ഓൺ ചെയ്തിടണം. കാരണം നമുക്കത് ആ ഒരു നല്ല സ്മൂത്തിൽ നമുക്ക് കാണാൻ പറ്റും, ഒരു വെട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒപ്റ്റിക്കൽ ഫ്ലോയും നമ്മൾ ഓൺ ചെയ്തിടണം. പിന്നെ അതിൻ്റെ താഴത്തുള്ളത് അതും നമുക്ക് മാക്സിമം ഫുൾ ഇട്ടാം. അപ്പോൾ വാട്ടർമാർക്ക് അവിടെ നമുക്ക് ഓഫാക്കാൻ പറ്റും. ഈ പ്രൊവേഷൻ ആണെങ്കിൽ അതിന് ശേഷം എക്സ്പോർട്ട് കൊടുക്കാം. ക്വാളിറ്റി അവിടെ കാര്യങ്ങൾ കാട്ടും. നമുക്ക് സേവ് ടു ഡിവൈസ് കൊടുക്കാം. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ആ വെയിറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് അതെല്ലാം ഒന്ന് സേവ് ആയിട്ട് ഔട്ട് വരും. ഔട്ട് വന്ന ശേഷം ആ വിഷ്വൽ ഞാൻ ഇവിടെ പ്ലേ ചെയ്ത് കാട്ടിത്തരാം. ഹലോ ഗൈസ്, എൻ്റെ ഫോണിൻ്റെ മെമ്മറി ഫുൾ ആയതുകൊണ്ട് ഞാൻ 1080-ലിട്ടാണ് അതിൻ്റെ ഔട്ട് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഔട്ട് ഞാൻ ഇവിടെ പ്ലേ ചെയ്ത് കാട്ടിത്തരാം. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തേക്കണ എഡിറ്റിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം അതിൻ്റെ ഔട്ടിലുണ്ടാവും. അപ്പോൾ ആ ഒരു മോഡൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുപോലെ എഡിറ്റ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. ഇനിയുള്ള വീഡിയോസ് എല്ലാം CapCut എഡിറ്റിങ്ങിൻ്റെ ഓരോ മെത്തേഡായിരിക്കും. അപ്പോൾ ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ. അപ്പോൾ എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം.
അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ അവൈലബിൾ ആണ്. സന വ്ലോഗ് നിന്ന് സെർച്ച് ചെയ്താൽ മതി. ടിക്ടോക്കിലും ഉണ്ട്. അപ്പോൾ ഈ വീഡിയോസ് എല്ലാം കാണണമെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടെ കൊടുക്കുകയോ ഇവിടുന്ന് പോകേണ്ടി വരില്ല.